ക്രിസ്തു നമ്മെ എന്തിലേക്കാണ് മോചിപ്പിച്ചത്? സ്വാതന്ത്ര്യത്തിലേക്ക്. ഏതിനാണ് ഗലാത്യർ ഇനി ഒരിക്കലും വിധേയരാകരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? അടിമത്തത്തിൻ്റെ നുകത്തിന്. ഗലാത്യർ പരിച്ഛേദനം സ്വീകരിക്കുന്നെങ്കിൽ ആര് അവർക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല? ക്രിസ്തു. പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും എന്തു പാലിക്കാൻ കടപ്പെട്ടവനാണ്? നിയമം. നിയമത്തിലാണ് നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നവർക്ക് ഏതിൽ നിന്നാണ് വീഴ്ച സംഭവിക്കുന്നത്? കൃപാവരത്തിൽ നിന്നും. പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി എന്ത് ലഭിക്കുമെന്ന പ്രത്യാശയോടെയാണ് അപ്പോസ്തലന്മാർ കാത്തിരിക്കുന്നത്? നീതി. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ലെങ്കിൽ പിന്നെ എന്താണ് സുപ്രധാനം? സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസം. സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്നും തടയുന്ന പ്രേരണ ആരിൽ നിന്നുള്ളതല്ല, തങ്ങളെ വിളിച്ചവനിൽ നിന്നും. മുഴുവൻ മാവിനെയും പുളിപ്പിക്കാൻ എന്ത് മതിയെന്നാണ് പൗലോസ് പറയുന്നത്? അല്പം പുളിമാവ്. വിശ്വാസികളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നവൻ ആരുതന്നെയായാലും അവൻ എന്ത് ലഭിക്കും? ശിക്ഷ. പൗലോസ് ഇനിയും പരിച്ഛേദനത്തിന് അനുകൂലമായി പ്രസംഗിച്ചിരുന്നുവെങ്കിൽ ഏതിൻ്റെ പേരിലുള്ള ഇടർച്ച ഉണ്ടാകുമായിരുന്നില്ല? കുരിശിൻ്റെ. സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവർ അതിനെ ഏത് സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി ഗണിക്കരുത്, ഭൗതിക സുഖത്തിനുള്ള. സ്വാതന്ത്ര്യം ലഭിച്ചവർ സ്നേഹത്തോടുകൂടെ ആരെ പോലെയാണ് പരസ്പരം സേവിക്കേണ്ടത്? ദാസരെ പോലെ. നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്ന ഒരേയൊരു കൽപ്പന ഏതാണ്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. പരസ്പരം നശിക്കാതിരിക്കാൻ വിശ്വാസികൾ അന്യോന്യം എന്തൊക്കെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം? കടിച്ചു കീറുകയും വിഴുങ്ങുകയും. ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്താതിരിക്കാൻ ആരുടെ പ്രേരണ അനുസരിച്ചാണ് വ്യാപരിക്കേണ്ടത്? ആത്മാവിൻ്റെ. ജഡമോഹങ്ങൾ ആർക്കെതിരാണ് എന്നാണ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നത്? ആത്മാവിന്. ആര് നയിക്കുന്നവർക്കാണ് നിയമത്തിനു കീഴിൽ അല്ലാതെ ജീവിക്കാൻ സാധിക്കുന്നത്? ആത്മാവ്. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി എന്നിവ ഏതിൻ്റെ വ്യാപാരങ്ങളാണ്? ജഡത്തിൻ്റെ. വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം എന്നിവ ഏതുതരം പ്രവൃത്തികളുടെ പട്ടികയിലാണ് പൗലോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ. ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ എന്ത് അവകാശപ്പെടുത്തുകയില്ലെന്നാണ് താക്കീത് നൽകുന്നത്? ദൈവരാജ്യം. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ എന്നിവ ഏതിൻ്റെ ഫലങ്ങളാണ്? ആത്മാവിൻ്റെ. ആത്മാവിൻ്റെ ഫലങ്ങളായ ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയ്ക്കെതിരായി എന്തില്ല എന്നാണ് പറയുന്നത്? ഒരു നിയമവുമില്ല. യേശു ക്രിസ്തുവിലുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ എന്ത് ചെയ്തിരിക്കുന്നു? ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിൽ ജീവിക്കുന്ന നമ്മൾ പരസ്പരം എന്താകരുത്? പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിൻ്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ഗലാത്തിയ 5:1. എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഗലാത്തിയ 5:6.